ഹലോ മൈ ഗായ്സ്. ഷാഹിദ് ഇന്നെന്താ പരിപാടി? ഷാഹിദ് മെക്കാനിക് ഷാഹിദ്. ഹലോ മൈ ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി വണ്ടിക്ക് ഞങ്ങൾ മിനി ഊട്ടി പോകണ്ടേ സൺഡേ. അപ്പൊ ലേശം പണിയെടുക്ക്, കൊഞ്ചം പണിയെടുക്കട്ടെ. പണിയുണ്ടോ? വണ്ടി അപ്പൊ ഞങ്ങൾ പണിയെടുക്കാൻ പോണ്. അജ്മല് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഞാൻ പണിയെടുക്കൂല, അപ്പൊ നോക്കിക്കോ. അല്ല ഞാൻ പണിയെടുക്കൂ, അങ്ങനല്ല. ഞാൻ പണിയെടുക്കൂല, അല്ല ഞാൻ പണിയെടുക്കൂല, അപ്പം പണിയെടുക്കും. പിന്നെ സർട്ടിഫിക്കറ്റ് മെക്കാനിക് ആണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായതിന്റെ യന്ത്രങ്ങളുടെ പ്രവർത്തനം എനിക്കണ്ട. ഊരി കൈക്കെടുത്തു. അതൊക്കെ എന്തിനു ഊരണേ? അത് ഊരണോ? ആ നമുക്ക് മുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം നമുക്കറിയാം. മിറർ ഊരിയാലോ? ആര് പഠിക്കണ്ട, ഞങ്ങൾ കാർ ഇറക്കാൻ പോകുന്നുണ്ട് ഇൻഷാല്ലാ. കുറച്ച് കഴിയും, ഞങ്ങൾ എടുക്കും. കണ്ണാപ്പിയല്ല തിരിച്ചു വെച്ചോണ്ടി. തിരിച്ചേക്കാം. സങ്കടകര കാര്യണ്ട്. അജ്മലിന്റെ ഫോണ് മിക്കവാറും അടിച്ചു പോകും, അത്രേ ഉള്ളൂ. ആ ചെങ്ങായിക്ക് ഈ ഡാവ് പറഞ്ഞിട്ട് അവിടെ കൊണ്ടേ കൊടുത്ത് അയാളെ എടുത്തുകൊണ്ട് വോൾട്ടേജുള്ള എന്തെങ്കിലും കുത്തിച്ച് കേട്ടു. അതിന്റെ എന്തായാലും ബോർഡൊക്കെ അടിച്ചു പോയിക്കണു, എന്തോ പെയ്ക്കടായിട്ട് മൊത്തത്തിൽ പോയിക്കണു. പക്ഷെ നമ്മൾ പുതിയ ഫോൺ ഇറക്കും, അത്രേ ഉള്ളൂ. ചായയിലെ അത്രേ ഉള്ളൂ. പുതിയ ഫോൺ അതിന് 2 കൊല്ലം കഴിയുന്നുള്ളൂ. പക്കെടുക്ക്. ആ ചീപ്പ് പരിപാടി കമ്മലില്ല. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ EMI ആണെങ്കിലും എടുക്കും. ഓ ചായര് മന്ത്ലി EMI അടിക്കും. അല്ല അജി മറ്റേ ഇവിടെ തൃശ്ശൂര് പോയിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. തൃശ്ശൂര് പോയി ഷോ ചെയ്തു പോന്നു. അതും പോലാ. തൃശ്ശൂര് പോയി KSRTC ഉറങ്ങി വരുമ്പോ കോഴിക്കോട് KSRTC അത് ഉറങ്ങി. എന്റെ ഒപ്പം ഒരു മൊണ്ണുണ്ടായിരുന്നു, മോനെ പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഷോപ്പ് എത്തിയപ്പോ ഇന്നെ വിളിച്ചിക്കണ്, ഡാ എനിക്ക് ഇറങ്ങാനായി. ഞാൻ കേട്ടില്ല, ഞാൻ ഉറക്കത്തിലാണ് ഉറക്കം. എന്നിട്ട് ഞാൻ ഇവിടെ തലപ്പാറ അവിടെ പോയി ഇറങ്ങി. എന്നിട്ട് അവിടെ KSRTC ഇട്ടാണെങ്കിൽ അവിടെ മെയിൻ ഹൈവേ ആണ്, KSRTC കിട്ടാനില്ല. എന്നിട്ട് ഞാൻ ആ സൈഡ് ചെയ്ത റോഡുമ്പോ കൂടി കൊറേ നടന്നു. അങ്ങനെ കൊറേ നടന്നു ചെങ്ങായിടെ ചോദിച്ചപ്പോ പറഞ്ഞു അതുകൊണ്ട് കൊറേ പിന്നെയും നടക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പിന്നെയും കൊറേ നടന്നു. പിന്നെ അവിടെ എത്തിയ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇരുന്നപ്പോഴാണ് എന്റെ കണ്ടമാനം ടൂറിസ്റ്റ് ബസ്സുകൾ വന്നിങ്ങാണ്ട് അവിടെ എത്തിക്കുക. അപ്പൊ KSRTC വരുന്നവരൊന്നും ഇന്നെ കാണില്ല. ഞാൻ കൊറേ അവിടെ നിന്ന് കയ്യാട്ടി മൂന്നിക്ക. എന്നിട്ട് ഞാൻ നടന്നു. അവിടെ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോ ഒരു കാക്ക ഒരു ഓട്ടോറിക്ഷക്കാരെ അവിടെ നിർത്തുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, മോനെ, ഞാൻ അയാളോട് പോയി ചോദിച്ചു KSRTC ഇവിടെ ഇട്ടായിരുന്നു. അതിലുണ്ട് ഒരു KSRTC വരുന്നത്. അപ്പൊ അയാൾ ആ KSRTCന്റെ മുന്നിൽ ചാടിക്കാണ്ട് നിർത്തി പറഞ്ഞാല് ഞാൻ അതിൽ കയറി പെരയിലെത്തി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. എന്താ ചെയ്യാ, ഞാൻ ഒന്നും. എന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയി കിടക്കുക. അല്ലെ ഈ മൊണ്ണനെ വിളിക്കായിരുന്നു. ഒരാള് 5:30 രാത്രി 11:00 ഒരു ആയ ഉണ്ട്, പിന്നെ 5:30 ഒരു ആയ ഞാൻ അവിടെ കിടക്കണേ. 3 മണിക്ക് അവിടെ ഇറങ്ങിക്കണു. അത്രയും നേരം നടക്കേന് 5:30 വരെ. ലാസ്റ്റ് ഓപ്ഷൻ ഇല്ലാത്തോണ്ട് പിന്നെ വിളിച്ചു. അപ്പൊ മെസ്സേജ് അയച്ചപ്പോ തന്നെ സ്വിച്ച് ഓഫ് ആയും ചെയ്ത്. എന്നാ പണിയെടുക്കും ബൈ. അതിൽ കൂടെ ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. സ്ക്രൂ ഇട്ട് കൊടുക്കും. കറക്റ്റ് ആണ്, ഷാർപ്പാണ്, കറക്റ്റ് ആണ്. കണ്ടോ സ്ക്രൂ എൻ്റെ അടുത്തുണ്ടോ? എന്നെ ചാടിയപ്പോ തന്നെ പിടിച്ചാ ഇവിടുന്ന് കിട്ടൂല. പുതിയതെടുത്തോ? പുതിയതാണ്, ഫ്രഷ്. ഇത് കണ്ടിട്ട് കുട്ടികളൊന്നും ഇങ്ങനെ അതും ആ സീറ്റ് റെഡിയാക്കണതോ ഞാൻ പറ്റ മറന്ന്. നാളത്തെ റെഡിയാക്കാം. ജസ്റ്റ് അവിടെ ഉണ്ട്, ആ കടിയുണ്ട്. ഞാൻ നേരം കിട്ടണില്ല, മഴ ആയതുകൊണ്ട് ചെറുക്കണ്. നമ്മളും സഹായിക്കും. ഞാൻ പണിയെടുത്തില്ല. കഴിക്കാ പോരോ ഒക്കെ പാടി മതില്ലേ? മതി, ഇനി അടുത്ത ദിവസം ആകുമ്പോ നോക്കാം. അങ്ങനെ ഇതാണ് പറഞ്ഞത്. 2 കൊല്ലം 2.5 കൊല്ലം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച മെച്ചുണ്ട്. കണ്ടില്ലെങ്കിൽ മെച്ചുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉപകാരപ്പെടുള്ളൂ. വല്ല മെക്കാനിക് ആയിക്കൂടെ ഷാഹിദ്? എനിക്ക് താല്പര്യമില്ല. ഡെയിലി എത്ര കൂലി? ഡെയിലി ഏകദേശം ഒരു 800-800 കിട്ടും തോന്നുന്നു. ഇപ്പൊ പണിയെടുക്കണോടത്ത് എത്ര? ഏത് കൂലിയൊന്നും ശമ്പളം 500 റുപ്യല്ലോ. 500 അതില് കൂടുതലുണ്ട്. ഇങ്ങനൊന്നും ചോദിക്കരുത്, കട്ട് ചെയ്യൂ. അങ്ങനത്തെ ചോദിക്കരുത്. ലൈൻ കട്ട്, നോട്ട് ലൈൻ കട്ട്. ആണുങ്ങളുടെ ശമ്പളം ചോദിക്കാൻ പാടില്ല. പിന്നെ പെണ്ണുങ്ങളുടെ ചോദിക്കല് അങ്ങനത്തെ ഒരു കണക്കില്ലേ? അതായത് ആണിന്റെ വയസ്സും പെണ്ണിന്റെ ശമ്പളം, അങ്ങനത്തെ ഒരു തിയറി ഇല്ലേ? ആണിന്റെ വയസ്സല്ല, പെണ്ണിന്റെ വയസ്സും ആണിന്റെ ശമ്പളം ചോദിക്കാൻ പാടില്ല. അതാണ്
അപ്പൊ ഈ പരിപാടി നമ്മൾ അതിസാഹസികമായി തീർത്ത ഒരു മുന്നേറ്റത്തിലൂടെയാണ് കാണുന്നത് ഇപ്പോ. ഓരോ ചെയ്തിട്ടാ അഭിലാഷേ അടങ്ങിക്ക അഭിലാഷേ കരണ്ട് അടിച്ച ചാവും. ഇന്നാണ് നൈസിൽ തട്ടിയാലപ്പോ മിനിയൂട്ടി ട്രിപ്പ്. അപ്പൊ നിങ്ങൾ ഈ വ്ളോഗ് ഇപ്പടട്ടെ, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിന് വല്ല ടൈം വഹിക്കണം. മിനിറ്റ് ആയി റണ്ണിങ് ടൈം? 5 മിനിറ്റ്. 5 മിനിറ്റോ? ഒരു അതിന്റെ ഫോണും കൂടി എടുക്കാൻ പോവാം. ഫോണിൽ കൊടുക്കണേ കൊടുക്കാം. അപ്പൊ നമ്മള് കുറച്ചും പാടി ക്ലിപ്പ് ഉണ്ട്, അതും പാടി ആക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ആക്കാം. കഴിഞ്ഞ വ്ളോഗ് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അജ്മൽ പോവണേ. ഒരാൾ കമന്റ് ചെയ്യാൻ കണ്ടു നിങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ളു. എടാ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് എത്തണി. അതായത് നെക്സ്റ്റ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കേറുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കേരൂല. പക്ഷെ ഞങ്ങൾ മിനി ഊട്ടി വ്ളോഗ് കുറച്ച് വലുതാക്കി ചെയ്താലോ? 2 പാർട്ട് ചെയ്താലോ? എത്ര പാർട്ടാണ് മിനി ഊട്ടി വ്ളോഗ്? നിങ്ങൾ പറയും, ഞങ്ങൾ അത്രയും ചെയ്യും. 30 മിനിറ്റോ 60 മിനിറ്റോ അല്ലെങ്കിൽ 15 2 മണിക്കൂർ വ്ളോഗ് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? 2 മണിക്കൂർ വ്ളോഗ് ചെയ്താലോ? കണ്ടിന്യൂസ് വ്ളോഗ്. എത്ര MB പോകും ചായ അപ്ലോഡ് ആക്കാന്? അത് MB ഇല്ല, നമുക്ക് 40 GB ഒക്കെയാണ് പോകും. പിന്നെ പക്ഷെ എന്തെങ്കിലും അതിൽ പറഞ്ഞ എന്തെങ്കിലും 10 മിനിറ്റിന് തന്നെ ഉണ്ട് 2 GB. 10 മിനിറ്റിന് തന്നെ ഉണ്ട് 5 GB 6 GB ഒക്കെ. വൈഫൈ അൺലിമിറ്റഡ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ കഴിയും. ടൈറ്റ് ആവണില്ല. കഴിഞ്ഞ വ്ളോഗിൽ അതിന്റെ ചെറിയ പാട്ടുണ്ടായിരുന്നു, ഞാൻ ആഡ് ചെയ്ത്. അത് ഞാൻ പിന്നെ നോക്കിയത് അതിന് ഞാൻ പെട്ടെന്ന് ചെയ്താണ്. എന്നിട്ട് ഓൻ എന്തെങ്കിലും പറഞ്ഞ? ഓരോന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അജ്മൽ പാട്ട് ഭയങ്കര വെറുപ്പിക്കലാണ്. അജ്മൽ പാട്ടുണ്ടല്ലോ ഞാൻ ചിറാപ്പുഞ്ചില്ലല്ലോ പാടിയത്. സോറി ഗായ്സ്, അപ്പത്തെ ഒരു ഓളത്തിൽ പാടിപ്പോയാണ്. ഒന്ന് തോന്നരുത്, എനിക്ക് പാടാനുള്ള കഴിവില്ല. ഞാൻ മൂവത്തൊക്കെ പറയും എനിക്ക് പാടാനുള്ള കഴിവ്. എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, എനിക്കില്ല. ഓനക്ക് വെറുപ്പിക്കാന്നുള്ള കഴിവുണ്ട്, അത് പഠിച്ചവൻ കൊടുത്തു എനിക്ക്. ഇടയ്ക്കിടക്ക് വണ്ടി വരുന്ന പൊലം വെറുപ്പിക്കാനാണ്, സഹിക്കാൻ വയ്ക്കൂല. ഞാൻ അങ്ങനെ ഓന്റെ മൂത്തൊക്കെ പറയാം എനിക്ക് പാടാനുള്ള കഴിവില്ലാന്ന്. ഓനക്ക് എന്തെങ്കിലും തോന്നൂലേ? അല്ല ചായരെ എനിക്കും തോന്നൂല. ഫോണിൽ പോക്കുവാണെങ്കിൽ സുബാനുള്ള പറയും. എന്റെ ഫോൺ ഇതേമാതിരി ഒരു ദിവസം പോകും. കഴിഞ്ഞു കണ്ട നേരത്തെ ഇങ്ങനെ പോകുന്നില്ലേനാ? കണ്ട ചായതാണ് അപ്പൊ അജ്മലെ പോലെ. ഫോം അല്ല നിസ്കരിച്ചിട്ട് എങ്ങനെ വേണ്ടി? അപ്പൊ ഇതിന്റെ ഫോം ബാങ്കിനോട് എത്തിയിട്ട് കാണാം. അങ്ങോട്ട് പള്ളി കയറി നിസ്കരിച്ചു. ഒലക്കേല കടയിലെ കൊടുത്തു. അപ്പൊ ഒലക്കേല കടയിൽ എത്തിയിട്ട് വരാം. അങ്ങനെ ഫൈനലി അജ്മലെ എന്ത് ചെയ്യാ? ഫോൺ പോയി. നമുക്ക് വേറെ കടയുണ്ട്. ഗൾഫോണിലൊന്ന് കാണിച്ചു കൊടുത്തു നോക്കാം. എന്നാ വണ്ടി എടുക്കുക ചായരെ. വാ അല്ല എന്ത് ചെയ്യാ? അപ്പൊ അവിടെ ഗൾഫോണിൽ എത്തിയിട്ട് കാണാം. അവിടുത്തെ ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ അങ്ങനെ അജ്മലിന്റെ ഫോൺ നമ്മള് കൊടുത്തിരിക്കുന്നു. അപ്പൊ എത്ര ദിവസം കഴിയൂല? 3-4 ദിവസം കഴിയൂ. സാരം ചേരാ കേടാ. നമ്മൾ നല്ല ഫോൺ എടുക്കോ? നമ്മൾ നല്ല എടുക്കും. അപ്പൊ ഓക്കെ എന്നാ. ഓക്കെ എന്നാ. അപ്പൊ പള്ളി പോണം. പള്ളി പോയിട്ട് വരാം. ആ നല്ലേ പള്ളി അടുത്ത നോക്കി ഞങ്ങള് നിസ്കരിച്ചിട്ടൊക്കെ ഇനി അടുത്ത നോക്കാം. അപ്പൊ ഓക്കെ എന്നാ. ശരിയാവും. ബൈ.